ഗൈസ്, അപ്പം ഞാൻ ഈ വായു കുത്തിക്കയറ്റുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമ്മുടെ സ്വന്തം ആത്തിച്ചക്കയാണ്. എന്താണ് ഈ ആത്തിച്ചക്കയ്ക്ക് ഇത്ര പ്രത്യേകത എന്നൊക്കെ ആണെങ്കിൽ ഞാനത് പറഞ്ഞു തരാൻ വയ്യ. ഇതെന്താണ് പ്രത്യേകത. പിന്നെ ഇത് ആദ്യം ഞാൻ കുറച്ച് പീസസ് ആയിട്ട് മുറിക്കട്ടെ. കാരണം ഇതും കാത്തി ഡോറിൻ്റെ പുറകെ കുറച്ച് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പീസ് ഗൈസ് ഈ പീസാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയാം ഇപ്പം നമ്മൾ അന്ന് മോഷ്ടിച്ച ആത്തിച്ചക്ക ഗൈസ് നമ്മുടെ വിധിച്ച ആത്തിച്ചക്കയാണ്. അപ്പോൾ ഒരെണ്ണം ഞങ്ങളുടെ ഓൾറെഡി പരിവായപ്പോൾ കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി. രണ്ടാമത്തേത് ഏട്ടൻ എറണാകുളത്ത് പോയപ്പോൾ ഏട്ടൻ്റെ കൊടുത്തു വിട്ടു. ഇതിപ്പോൾ മൂന്നാമത്തെ വീണ്ടും പഴുത്ത്, പക്ഷേ അറിഞ്ഞില്ല പഴുത്തത്, ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയി. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് കഴിക്കത്തക്ക പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? അങ്ങനെ മോഷ്ടിച്ച ആത്തിച്ചക്ക നമുക്ക് ഇങ്ങനെ തൊലി പരുവത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് എപ്പോഴും സംശയം എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇപ്പം എടുത്ത നന്നായി, ഇല്ലെങ്കിൽ നമുക്കിത് കിട്ടത്തില്ലായിരുന്നു. സൂപ്പർ കേട്ടോ. ഇപ്പോൾ ഉരിഞ്ഞ് നമ്മുടെ സീതപ്പഴം പോലെയൊക്കെ ആണെങ്കിലും കാണാൻ, കഴിക്കുമ്പോഴത്തേനും സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിലും മറ്റേ കൂരച്ചക്ക കഴിച്ച തൊണ്ടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിരിക്കുന്ന പരുവം വരെ ഇത് എത്തിക്കും. അപ്പം നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് ആസ്വദിച്ച് സമാധാനത്തോടെ കഴിക്കണം. ആകെ ഒരു സമാധാനക്കുറവ്, ഇടയ്ക്കിടയ്ക്ക് കുരു വരുന്നു. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ്റെ വീട്ടിൽ ആത്തിച്ചക്കയുടെ മരമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ വല്ലപ്പോഴും പോകുന്നത് കൊണ്ട് നമ്മളുടെ അവിടെ ഉള്ളപ്പോൾ ആ പരുവത്തിൽ അത് കിട്ടാറില്ല. അപ്പം അടുത്തുള്ളവരൊക്കെ കൊണ്ടുപോവുകയും ചോദിച്ചാൽ കൊടുക്കുകയൊക്കെ ചെയ്യും അവിടുത്തെ അച്ഛനമ്മയും. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേനും എങ്ങനെയോ ആ മരത്തിൻ്റെ കണ്ണുപോയി. പക്ഷെ ശരിക്കും നമുക്ക് വിധിച്ച പഴം നമുക്ക് തന്നെ കിട്ടും. അതിപ്പോൾ ഏത് കാട്ടിലാണെങ്കിലും നമുക്ക് തന്നെ വിധിച്ചതാണ് നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വെറുതെ അല്ലല്ലേ. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും ഇങ്ങനത്തെ ആത്തിച്ചക്കയുടെ മരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവസരം മുതലാക്കണം. അതെങ്ങനെയെങ്കിലും പറിച്ച് കഴിക്കാൻ നോക്കണം. ഇപ്പം ഞങ്ങൾ ശരിക്കും അത് അവിടെ നിന്ന് പറിച്ചില്ലായിരുന്നെങ്കിലും അത് അവിടെ പഴുത്ത് വീണ് കിളികൾ കൊത്തിയൊക്കെ പോത്തേ ഉണ്ടായിരുന്നുള്ളൂ. ആരും കഴിക്കത്തില്ല. അവിടങ്ങളിലൊക്കെ ഇത് ഭയങ്കര കോമൺ ആണ്. നമുക്കത്രയും കോമൺ അല്ല. നമ്മൾ കാശ് കൊടുത്തൊക്കെ മേടിക്കും കടയിൽ നിന്ന്, അല്ലേ?